നമ്മുടെ നാട്ടിലിപ്പോൾ പൂരങ്ങളുടെയും കുടുംബക്ഷേത്രങ്ങളിലെ പൂജകളുടെയും ഒക്കെ സമയമാണ് അല്ലേ. ആ ഒരു സമയത്തായിട്ട് മാത്രം പുറത്തേക്ക് വരുന്ന കുറച്ച് പാത്രങ്ങളുണ്ട്. അതെ, ഇതുപോലെയുള്ള ഓട്ടുപാത്രങ്ങൾ. അത് നമ്മുടെ വീട്ടിലിങ്ങനെ ഒരു മൂലയ്ക്കായിട്ട് ഇങ്ങനെ കുറേ സമയമായിട്ട് ഇങ്ങനെ ഉപയോഗിക്കാണ്ട് വെച്ചിരിക്കുകയാവും. ഈ ഒരു സമയത്ത് മാത്രം പുറത്തേക്ക് എടുക്കും. അപ്പോൾ അവർ നന്നായിട്ട് അവരുടെ ആ നിറമൊക്കെ മങ്ങി ആ ഒരു പഴയ ആ ഭംഗിയില്ലാതിരിക്കുമായിരിക്കും. അപ്പോൾ അത് കഴുകുക എന്ന് പറഞ്ഞത് വളരെയധികം പ്രയാസമുള്ളൊരു പരിപാടിയാണ്. അത് ചെയ്ത് നോക്കിയവർക്ക് നന്നായിട്ട് അറിയണ്ട, നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് മെനക്കെടും കേട്ടോ. അപ്പോൾ ആ ഒരു പരിപാടി വളരെ സിമ്പിളാക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്ക്, അതായത് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വൈറലായ ടെക്നിക്ക് ഞാൻ ട്രൈ ചെയ്ത വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സംഗതി വളരെ സിമ്പിളാണ്. ഇതാണ് മിക്സാണ് കേട്ടോ. ഈ പാത്രങ്ങൾ കഴുകാൻ യൂസ് ചെയ്യുന്ന ഒരു മിക്സാണ്. നമ്മൾ ഹോം മെയ്ഡായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഇതൊന്ന് തേച്ച് ഈ ഒരു ഓട്ടുപാത്രത്തിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പാത്രങ്ങൾ വളരെ സിമ്പിളായിട്ട് കഴുകാനും പറ്റും. അപ്പോൾ സംഗതി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് ഗോതമ്പ് പൊടി എടുക്കുക, അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വിനാഗിരി, ഇത് മൂന്നും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഈ ഒരു മിക്സാണ് ഈ ഓട്ടുപാത്രങ്ങളൊക്കെ നല്ല വെട്ടി തിളങ്ങാൻ യൂസ് ചെയ്യുന്ന മിക്സ്. ഈ ഒരു മിക്സിനെ നമ്മൾ നന്നായിട്ടൊന്ന് ഒരു മൈലാഞ്ചി പരുവമല്ലേ, മൈലാഞ്ചി പേസ്റ്റാക്കി അരച്ചെടുത്ത പരുവത്തിലോ ഒക്കെ ആയിട്ട് ഒന്ന് മാറ്റിയിട്ട് നമ്മൾ ഓട്ടുപാത്രത്തിൻ്റെ മുകളിൽ ഒന്ന് ഇങ്ങനെ പരത്തി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊരു ചകിരി വെച്ചിട്ടൊന്ന് നന്നായിട്ട് അതിൽ മുകളിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിന് ശേഷം നമുക്ക് ചകിരിയോട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരച്ചാൽ തന്നെ ഇത് നന്നായിട്ട് തിളങ്ങും കേട്ടോ. ഇതുപോലെയുള്ള നല്ല ഭംഗിയൊക്കെ പോയിട്ടുള്ള ഓട്ടുപാത്രത്തിന് മേലെ ഇതൊന്നിങ്ങനെ പരത്തി കൊടുക്കുകയാണെങ്കിൽ, ഒരു ചകിരി വെച്ചതാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ പഴയ ഭംഗി തിരിച്ച് കിട്ടുന്നത് കാണാൻ പറ്റും. നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ പണിയെടുക്കുന്നില്ല, നിങ്ങൾ അടുക്കള ജോലിക്ക് സഹായിക്കുന്നില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ അവരെ സഹായിക്കാനും, മടി പിടിച്ചിരിക്കുന്ന മക്കളാണ് എനിക്കുള്ളതെന്ന് പറയുന്ന അമ്മമാർക്കൊക്കെ ഈ ഒരു പണി ചെയ്ത് കൊടുത്താൽ വളരെ സന്തോഷമാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ പഴയ ഓട്ടുപാത്രങ്ങളൊക്കെ നന്നായിട്ട് തിളങ്ങണം.